സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിനായാലും റീൽസിനായാലും ഓരോന്നിനും ഓരോ രീതിയിലാണ് സീക്വൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് സീക്വൻസ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡേ 13 ഓഫ് 15 ഡേയ്സ് വീഡിയോ എഡിറ്റിംഗ് ചലഞ്ച്. സോ സീക്വൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പ്രൊജക്ട് പാനൽ ഓപ്പൺ ആക്കുന്നത് കൺട്രോൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂ സീക്വൻസ് എന്നൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് പ്രീസെറ്റും കാര്യങ്ങളും അതിൻ്റെ പ്രീസെറ്റ് ഉണ്ട്, സീക്വൻസിൻ്റെ പ്രീസെറ്റും ഉണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെറ്റിങ്സ് പോവാം, എന്നിട്ട് നമുക്കൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എഡിറ്റിംഗ് മോഡ് കസ്റ്റം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ടൈം ബേസ് ആണുള്ളത്. ടൈം ബേസ് നമ്മൾ വീഡിയോ ഏത് FPS ഷൂട്ട് ചെയ്തത് ആ FPS തന്നെ. ഇപ്പോൾ സോഷ്യൽ മീഡിയക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 13 അല്ലെങ്കിൽ 29.97 ഫ്രെയിം റേറ്റ് ആണ് ടൈം ബേസ് കൊടുക്കാറുള്ളത്. ഇതാണ് സ്റ്റാൻഡേർഡ്. അത് ഈ ഒരു ഫ്രെയിം റേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രെയിം സൈസും കാര്യങ്ങളും നമ്മൾ സീക്വൻസിൻ്റെ ഫ്രെയിം സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 90/20 ആൻഡ് 1080 ആണ് നമ്മൾ ഹൊറിസോണലായിട്ടുള്ള യൂട്യൂബ് വീഡിയോസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള വാല്യൂ ആണ് വെർട്ടിക്കലായിട്ടുള്ള വീഡിയോസിന് ഉപയോഗിക്കൽ. പിന്നെ പിക്സൽ ആസ്പെക്ട് റേഷ്യോ സ്ക്വയർ പിക്സൽ കൊടുക്കുക. അതാണ് നമ്മൾ ഓൺലൈൻ ഡെലിവറിക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അത് ഇത് സ്ക്വയർ പിക്സൽ സെറ്റ് ചെയ്യുക. പിന്നെ ഫീൽഡ് നോ ഫീൽഡ് കൊടുക്കുക. അതായത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഡെലിവറിക്കും കാര്യങ്ങൾക്കും ഈ ഫീൽഡ് നോ ഫീൽഡ് കൊടുക്കുന്നതാവും ബെറ്റർ. പിന്നെ ഡിസ്പ്ലേ ഫോർമാറ്റ് നമ്മൾ ഇവിടെ ഏതാണോ FPS സെലക്ട് ചെയ്തത് ആ FPS ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കളർ പ്രൊഫൈൽ കളറിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ വർക്ക് സ്പേസിലിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സോഷ്യൽ മീഡിയക്കും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു കളർ വർക്ക് സ്പേസ് ആണ്. അപ്പോൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഓഡിയോ 48,000 ഹെഡ്സ് ആണ്. ഇത് നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള ഓഡിയോക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെഡ്സ് ആണിത്. പിന്നെ ഇതിൽ ഓഡിയോ സാമ്പിൾസ് കൊടുക്കുക. അതായത് നമുക്ക് ഓഡിയോ പ്ലേ ആകുമ്പോൾ പ്രിസൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയോ സാമ്പിൾസ് കൊടുക്കുന്നത്. പിന്നെ വീഡിയോ പ്രിവ്യൂലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ടൈം കൊടുക്കുക. അതാണ് നമ്മളെ റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഡിയോ ടൈം ലൈനിൽ ഇട്ടാലുള്ള റെൻഡറിങ്ങും കാര്യങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് ക്വിക്ക് ടൈമിൽ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ കോഡ് ഇത് ആപ്പിൾ പ്രോഗ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ ആപ്പിളിൻ്റെ പ്രോഗ്രസ്സിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിഷ്വൽ ഇതിക്ക് ഏതിലാണ് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു ഇതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ നണ്ണ് കൊടുക്കണമെങ്കിൽ നണ്ണ് കൊടുക്കുക. അതായത് പ്രോഗ്രസ്സിലല്ല ഷൂട്ട് ചെയ്ത് നണ്ണ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എന്നിട്ട് ഈ പ്രീസെറ്റും കാര്യങ്ങളും സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ CC പറഞ്ഞിട്ട് ഈ പ്രീസെറ്റ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ഇങ്ങനെ ലോഡായിട്ട് നമ്മൾ സേവ് ചെയ്ത പ്രീസെറ്റ് വരും. അപ്പോൾ CC പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ പ്രീസെറ്റ് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സീക്വൻസും കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കുക.